ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാൻ പറ്റുമോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ മധുര. ഇതുവരെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കേൾക്കാത്തവർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് ബ്രീഫ്ലി പറയാം. സാധാരണ ഒരാൾ രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ച് കഴിക്കുന്നു, വൈകുന്നേരം 5 മണിക്ക് സ്നാക്കും, വീണ്ടും രാത്രി 9 മണിക്കാണ് ഡിന്നർ കഴിക്കുന്നതെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കുന്ന വിൻഡോ എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. അതായത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള 12 മണിക്കൂർ വിൻഡോ പീരീഡിലാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത്. ബാക്കി 12 മണിക്കൂറിൽ ഇവർ 6-7 മണിക്കൂർ കിടന്നുറങ്ങുന്നുണ്ടാവും, പക്ഷേ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല. ഇനി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുന്ന 12 മണിക്കൂറിൻ്റെ വിൻഡോ അത് കുറയ്ക്കുക. അതായത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരാൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം 9 മണിയാണെന്ന് തന്നെ വിചാരിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ചും വൈകിട്ട് 5 മണിക്കാണ് ഡിന്നർ കഴിക്കുന്നത്. അതിനുശേഷം പിന്നെ ഒന്നും കഴിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കുന്ന വിൻഡോ പീരീഡ് വെറും 8 മണിക്കൂറാണ്. 16 മണിക്കൂർ ഇവർ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നുണ്ട്. ഈ 16 മണിക്കൂർ സമയത്തിനാണ് ഫാസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഈ 16 മണിക്കൂറിൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ജ്യൂസ് കഴിക്കാൻ പറ്റില്ല, സ്നാക്സ് പറ്റില്ല, പക്ഷേ വെള്ളം കുടിക്കാം. ഇങ്ങനെ 16 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, 14 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, 18ഉം 20 മണിക്കൂറും ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന് പകരം കീറ്റോൺ ബോഡീസിനെ എനർജിക്ക് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്താണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ മുമ്പേ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിൻ്റെ താഴെയും കാണാവുന്നതാണ്. ഇനി ടെസ്റ്റോസ്റ്ററോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാരുടെ പ്രധാന സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. 35-40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന അത്രയും എനർജി ഇല്ല എന്നൊരു തോന്നലും, ബലക്കുറവ്, ശക്തിക്കുറവ്, ടയർഡ്നെസ്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിൻ്റെ കാരണം ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നതാവാം. അപ്പോൾ നിങ്ങളും സിറം ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ലോ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എക്സസൈസ് ചെയ്യാം, ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്താം, ചില സപ്ലിമെൻറ്റ്സിനും ടെസ്റ്റോസ്റ്ററോണിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ടെസ്റ്റോസ്റ്ററോണിനെ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നതെന്ന് സയൻറ്റിഫിക്കലി നോക്കുന്ന പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് സ്ഥിരമായിട്ടും റെഗുലറായിട്ടും ചെയ്യുന്നവർക്ക് ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ് എന്ന ഗ്ലാൻഡിൽ നിന്നും ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് കൂടുതലായിട്ടും സെക്രീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ടെസ്റ്റോസ്റ്ററോൺ അളവും കൂട്ടാൻ സാധിക്കും. ഇത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർക്കും ഒബീസ് ആയിട്ടുള്ളവരെക്കാളും കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് ബോഡി വെയ്റ്റ് നോർമൽ റേഞ്ചിലുള്ളവർക്കാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടുന്ന മറ്റൊരു വഴി എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ അളവ് ബാലൻസ് ആക്കി നിർത്തിയിട്ടാണ്. എത്രത്തോളമാണോ ഇൻസുലിൻ കൂടി നിൽക്കുന്നത് അതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിനെ അത് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിനിമം 16 മണിക്കൂറെങ്കിലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കാരണം മാത്രം ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ലോ റേഞ്ചിൽ നിന്നും നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 18ഉം 20 മണിക്കൂറും ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടിയും ഇഫക്റ്റ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ബോഡി വെയ്റ്റ് നോർമൽ റേഞ്ചിലുള്ളവർക്കാണ്. ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർക്കും ഒബീസ് ആയിട്ടുള്ളവർക്കും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനനുസരിച്ചും ടെസ്റ്റോസ്റ്ററോണിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 14 മണിക്കൂറെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 2 ആഴ്ച 14 അവേഴ്സിൻ്റെ ഫാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം അത് സ്ലോലി 16 അവേഴ്സാക്കി കൂട്ടാൻ പറ്റുമോ നോക്കുക. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായി ബോഡിയിലേക്ക് ടെസ്റ്റോസ്റ്ററോൺ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനേക്കാളും എത്രയോ ഇഫക്റ്റീവായിട്ടും സൈഡ് എഫക്ട്സ് കുറവുള്ളൊരു വഴിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടുന്നത്. ഓരോ ദിവസവും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനനുസരിച്ച് ഹൈപ്പോതലാമസിൽ നിന്നും ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണും ഗ്രോത്ത് ഹോർമോണിൻ്റെയും സെക്രീഷൻ കൂടുന്നുണ്ട്. ഇതിനനുസരിച്ച് ശരീരത്തിൽ തന്നെ നിർമ്മിക്കുന്ന നാച്ചുറലായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവും നമുക്ക് കൂട്ടാൻ സാധിക്കും. ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർക്കും ഒബീസിറ്റി ഉള്ളവർക്കും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാവുന്നതാണ്. ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനനുസരിച്ച് ബോഡി വെയ്റ്റ് നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ മാത്രമല്ല, ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കൽ മാത്രമല്ല, ടെസ്റ്റോസ്റ്ററോണും നോർമൽ റേഞ്ചിലേക്ക് എത്തിക്കാൻ ഇഫക്റ്റീവ് ആയിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡാണ്. ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ടെസ്റ്റോസ്റ്ററോൺ വർദ്ധിപ്പിക്കുന്നതിലൊന്നും നിൽക്കുന്നില്ല, മറ്റ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എളുപ്പമാണെന്ന് ആരും വിചാരിക്കരുത്. ആദ്യത്തെ 2-3 ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മുടെ ബോഡിക്ക് ഫാസ്റ്റിംഗ് ചെയ്ത ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. കീറ്റോൺ ഫ്ലൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാസ്റ്റിങ്ങിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ലോങ് ടേം എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഫാസ്റ്റിംഗ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും പ്രമേഹമുള്ളവരും പ്രമേഹത്തിന് ഇൻസുലിനൊക്കെ എടുക്കുന്നവരും മാത്രമാണ്. തുടങ്ങുന്ന സമയത്തൊന്നും ഒരിക്കലും 18 അവേഴ്സിൻ്റെ മുകളിലേക്ക് ഫാസ്റ്റിങ്ങിലേക്ക് പോകരുത്.
14 മണിക്കൂറിന് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്നും നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഫാസ്റ്റിംഗ് അവേഴ്സും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. നിങ്ങൾക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചോ ഇല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഡോക്ടേഴ്സുമായി നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫോഡി പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. കഴിഞ്ഞ 2 വർഷമായി ഡോഫോഡിയിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് നിർബന്ധമായിരുന്നു. ഇനി മുതൽ ആപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഡോഫോഡിൻ്റെ പുതിയ വേർഷനിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുന്നതും ഡോക്ടറുമായി സംസാരിക്കുന്നതും കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. ലോകത്തിന് എവിടുന്ന് വേണമെന്നുണ്ടെങ്കിലും മലയാളം സംസാരിക്കുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സുമായി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഡോഫോഡി തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഡോഫോഡി കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഫോൺ നമ്പറും QR കോഡും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചും ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്ന പല ടിപ്സിനെ കുറിച്ചും ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തൊക്കെയാണ് സംശയങ്ങളുള്ളത് അതൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നന്ദി. ഞാൻ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.